മെഡിസെപ്പ് സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് രണ്ടാഴ്ചയ്ക്കകം നൽകണമെന്ന് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഉത്തരവ്. പദ്ധതി ഓപ്ഷണലാക്കണം എന്നത് സംബന്ധിച്ച ഉപഭോക്താക്കളുടെ ഹർജിയിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സർക്കാരിന് നിർദ്ദേശം നൽകിയത്. മെഡിസെപ്പിന്റെ രണ്ടാം ഘട്ടം പുതിയ പരിഷ്കാരങ്ങളോടെയായിരുന്നു. പരിരക്ഷാ തുക 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമാക്കി ഉയർത്തി. പ്രീമിയം 780 രൂപയും. എന്നാൽ ഉപഭോക്താക്കളുടെ ആവശ്യത്തിൽ കൃത്യമായ തീരുമാനം മന്ത്രിസഭായോഗം എടുത്തിരുന്നില്ല. മെഡിസെപ്പ് പരിരക്ഷ ഓപ്ഷണലാക്കണമെന്നായിരുന്നു ജീവനക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന്. ഇക്കാര്യം പരിഗണിക്കാതെയായിരുന്നു മെഡിസെപ്പിന്റെ രണ്ടാം ഘട്ടത്തിന് സർക്കാർ അംഗീകാരം നൽകിയത്. എന്നാൽ ഉപഭോക്താക്കൾ നിയമപരമായി മുന്നോട്ട് പോയതോടെ വിഷയത്തിൽ ഇടപെട്ട കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ 2 ആഴ്ചയ്ക്കകം വിശദീകരണം നൽകണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സർക്കാർ നിയോഗിച്ച എക്സ്പേർട്ട് കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണെന്ന് അറിയിക്കണമെന്നാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ നിർദ്ദേശം. മെഡിസെപ്പിൽ പോരായ്മകളുണ്ടെന്ന് സർക്കാർ ആദ്യം കോടതിയെ അറിയിച്ചിരുന്നു. ഇത് പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്ന് കോടതിയെയും കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെയും അറിയിച്ചിരുന്നു. എന്നാൽ രണ്ടാം ഘട്ടത്തിലും പദ്ധതി ഓപ്ഷണൽ ആക്കുന്നതിൽ സർക്കാർ അന്തിമ തീരുമാനം എടുത്തിരുന്നില്ല. ഇക്കാര്യത്തിലാണ് സർക്കാർ ജീവനക്കാരിൽ ചിലർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചത്. വിഷയത്തിൽ 2 ആഴ്ചയ്ക്കകം സർക്കാർ വിശദീകരണം നൽകണം. പദ്ധതി ഓപ്ഷണൽ ആക്കുന്നതിനെക്കുറിച്ചും ജീവനക്കാരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനെക്കുറിച്ചും സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി എന്ത് കണ്ടെത്തലാണ് നടത്തിയതെന്ന് അറിയിക്കണമെന്നും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിട്ടു. സർക്കാർ ജീവനക്കാരെ നിർബന്ധിപ്പിച്ച് പദ്ധതിയിൽ അംഗങ്ങൾ ആക്കരുത് എന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് സർക്കാർ അനുമതി നൽകിയതോടെ വിദഗ്ധ സമിതിയുടെ കണ്ടെത്തലിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളതാണ് ആകാംക്ഷ. മീഡിയ 1, തിരുവനന്തപുരം.